ഷന പുത്തൻകോട്ട് ഹിയർ. നമ്മളിന്ന് വീണ്ടും ഒരു നമ്പർ കൺവേർഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 127.125 ഇത് ഡെസിമലാണ്. ഇതിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 2 വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യണം അല്ലേ? ബൈനറിയിലേക്കാണ് ചെയ്യേണ്ടത്. ഏത് ഡെസിമലിനെ ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതിപ്പോൾ ബേസ് 2ലേക്കാണ് അല്ലേ? ബൈനറി എന്ന് പറയുമ്പോൾ ബേസ് 2ലേക്കാണ്. അപ്പോൾ നമ്മൾ 2 വെച്ചിട്ട് കട്ട് ചെയ്യണം അല്ലേ? എങ്ങനെ വരും? 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 6 × 2 12, 3 × 2 6, ബാലൻസ് 1 വരും. അതിവിടെ എഴുതി 2, 3 × 2 6, 1 × 2 1, ബാലൻസ് 1 വരും. അതിവിടെ എഴുതി 2, 15 × 2 ആണ് 30, അപ്പോൾ ബാലൻസ് 1 വരും അല്ലേ? അതിവിടെ എഴുതി 2, 7 × 2 14, ബാലൻസ് 1 വരും. അതിവിടെ എഴുതി 2, 3 × 2 6, ബാലൻസ് 1 വരും. അതിവിടെ എഴുതി 2, 1 × 2 ബാലൻസ് 1 വരും അല്ലേ? ഇനി 1ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ താഴേന്ന് മുകളിലേക്ക് അല്ലേ? ഇതിപ്പോൾ എല്ലാം 1 ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 1 2 3 4 5 6 7 അല്ലേ? 7 1 എഴുതണം. ഓക്കെ, അപ്പോൾ അതാണ് പോയിന്റിന് ഇപ്പറേ ഉള്ളതിൻ്റെ കൺവേർഷൻ. ഇനി പോയിന്റിന് അപ്പുറം ഉള്ളത് എങ്ങനെ കൺവേർട്ട് ചെയ്യും? പോയിന്റിന് അപ്പുറം ഉള്ളത് നമ്മളെങ്ങനെ കൺവേർട്ട് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്താൽ മതി 2 വെച്ചിട്ട് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 125. പോയിന്റ് 125 × 2, 125നെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 250 ആണ് കിട്ടുക അല്ലേ? 0.250, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 + 0.250. ഇത് ഫുള്ള് 0 ആവുന്നത് വരെ ചെയ്യണം. ഓക്കെ, ഇനി 0.250 × 2 എത്ര വരും? 500 വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 + 0.500. ഇനി 0.500 × 2, 500 × 2 എന്ന് പറയുമ്പോൾ 1000 ആണ്. 3 പൂജ്യത്തിന് ഇപ്പുറം ഇത് 1 + 0.000. ഇപ്പോൾ നമുക്ക് മുഴുവൻ 0 കിട്ടി. ഇനി ഇത് ചെയ്യണ്ട. ഇത് നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്കാണല്ലേ? 0 0 1 ഇങ്ങനെയാണ് എഴുതുക അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ 7 1 എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഓക്കെ, ആൻസർ എങ്ങനെയാണ് എഴുതുക? ആദ്യം നമ്മൾ 1 1 1 1 1 1 അല്ലേ? 7 1 എഴുതും. 0.001 അല്ലേ? ഇതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്, ബൈനറി കൺവേർഷൻ വരുന്നത്. ഓക്കെ, ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇനി നമുക്ക് ഒരെണ്ണത്തിന് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായിരിക്കും ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ ബേസ് 16 ആണ് വരിക. ഇതിപ്പോൾ ബേസ് 10 ആണ്, അതായത് ഡെസിമലാണ് അല്ലേ? ഇതിനെ നമുക്ക് ബേസ് 16ലേക്ക്, ബേസ് 16 എന്ന് പറയുമ്പോൾ ഹെക്സാ ഡെസിമലാണ്. അതിനകത്ത് 10 നമ്പറുകൾ 0 മുതൽ 9 വരെ 10 നമ്പറുകളും പിന്നെ ABCDEF വരെ ലെറ്റേഴ്സും ഉണ്ടാവും. അപ്പോൾ എയുടെ വാല്യൂ 11 ആണ്. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യുക. എയുടെ വാല്യൂ 10 ആണ്. ഓക്കെ, എയുടെ വാല്യൂ 10 ആണ്. എഫിൻ്റെ വാല്യൂ 15 ആണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക. എയുടെ വാല്യൂ 10 ആണ്, എഫിൻ്റെ വാല്യൂ 15 ആണ്. 0 മുതൽ 9 വരെ കാണും. ബേസ് 16 അഥവാ ഹെക്സാ ഡെസിമലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഹെക്സാ ഡെസിമലിൽ 9 വരെയുള്ള 0 മുതൽ 9 വരെയുള്ള 10 നമ്പറുകളും എ മുതൽ എഫ് വരെയുള്ള ലെറ്റേഴ്സും ഉണ്ടാവും. അതിൽ എയുടെ വാല്യൂ 10ഉം എഫിൻ്റെ വാല്യൂ 15ഉം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പോയിന്റിന് ഇപ്പുറം ഉള്ളതിനെ ചെയ്യാം അല്ലേ? അപ്പോൾ 127നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബേസ് 16ലേക്ക് മാറ്റേണ്ടത്. കാരണം നമ്മൾ 16 വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 16 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 × 7 ആണ്. ബാലൻസ് വരുന്നത് 15 ആയിരിക്കും ബാലൻസ് വരിക. ഓക്കെ, 16 × 7 ചെയ്യുമ്പോൾ 127 കിട്ടില്ല. 127ന് പകരം വേറെ നമ്പറാണ് കിട്ടുക. അതിൻ്റെ ബാലൻസ് എത്ര വരും? 15 വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ 16 × 7 വരുന്നത് 112 അങ്ങനെ ആണ് വരിക അല്ലേ? ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണേ. ഞാനിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് എഴുതുന്നതാണ്. ഓക്കെ,
ഓക്കെ 112 വരിക. അപ്പോൾ 112 16 ഇൻറ്റു 7 വരിക. 16 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 127 കൂടുതൽ പോകും. അപ്പോൾ 16 ഇൻറ്റു 7 ചെയ്യും 112. അപ്പോൾ 127 നിന്ന് 112 കുറക്കുമ്പോൾ 15 കിട്ടും. അപ്പോൾ നമ്മൾ ഇനി എഴുതുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പ്രകാരമാണ് താഴെ നിന്ന് മുകളിലേക്ക് എഴുതുന്നത്. പക്ഷേ 7 പിന്നെ 15 എഴുതാൻ പറ്റില്ല. അപ്പോൾ 7 എന്ന് എഴുതി 15 എന്ന് പറയുന്നതിൻ്റെ പ്ലേസ് വാല്യൂ എന്താണോ ABCDEF. 15 എന്ന് പറയുമ്പോൾ എഫ് ആണല്ലേ. അപ്പോൾ 7F എന്നാണ് വരിക. കാരണം ഹെക്സാഡെസിമലിലേക്കല്ലേ മാറ്റുന്നത്, ബേസ് 16ലേക്ക്. അവിടെ എന്തും കൂടെ വരും, അവിടെ ലെറ്റേഴ്സും കൂടെ വരും. അപ്പോൾ 9 എബവ് വരുന്നതാണെങ്കിൽ ലെറ്റേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് 10 ആണ് വന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്തെഴുതും 7A എന്ന് എഴുതും. ഇവിടെ 11 ആണെങ്കിൽ എന്തെഴുതും 7B എന്ന് എഴുതും. അങ്ങനെ എഴുതും. ഓക്കെ, ഇനി നമുക്ക് പോയിന്റിന് ഇപ്പുറമുള്ളത് എഴുതാം അല്ലേ. പോയിന്റിന് ഇപ്പുറമുള്ളത് 127.125 ആയിരുന്നല്ലോ. അപ്പോൾ ഇത് 7F ആണെന്ന് മനസ്സിലായി. ഇനി 125ന് പോയിന്റ് 125നെ നമ്മൾ എന്ത് ചെയ്യും, 16 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2000 ആണ് കിട്ടുക 3 പോയിന്റിന് ഇപ്പുറേ. അപ്പോൾ 2 + 0.000. ഇനി ഇത് ചെയ്യണോ, വേണ്ട. അപ്പോൾ അവിടെ 7F.2 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ ഹെക്സാഡെസിമൽ വരുന്നു നമ്മൾ പഠിച്ചു. ഇനി ബേസ് 8ലേക്ക് തന്നെ ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യാം. 127.125 ബേസ് 10ൽ നിന്ന് ബേസ് 8ലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പോയിന്റിന് ഇപ്പുറം ഉള്ളതിനെ 8 വെച്ച് ചെയ്യാം അല്ലേ. 1 ആണ്, ബാലൻസ് 4 വരും. 5 വെച്ച് ചെയ്യുമ്പോൾ ബാലൻസ് 7 വരും. ഇനി ഇതിന് വീണ്ടും 8 വെച്ച് ചെയ്യുമ്പോൾ 1 ബാലൻസ് 7. അപ്പോൾ നമ്മളിവിടെ 177 പോയിന്റ് എന്ന് എഴുതും. ഓക്കെ, ഇനി 0.125 ഇൻറ്റു 8 എത്രയായിരിക്കും കിട്ടുക, 1000 ആണ് കിട്ടുക അല്ലേ. പോയിന്റ് ഇവിടെ 1 ഇട്ടു. അപ്പോൾ 1 + 0.000 ഇത് ചെയ്യണ്ടല്ലോ. അപ്പോൾ 177.1 ആയിരിക്കും നമ്മുടെ ഇവിടെ ആൻസർ വരുന്നത്. ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, നിങ്ങളുടെ കൂടെ തന്നെ ചെയ്തു പോവുക, പോസ് ചെയ്തിട്ടൊന്ന് കൂടെ ചെയ്തു പോവുക. അപ്പോൾ ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന് 4ലേക്ക് കൺവേർട്ട് ചെയ്യാം. 127.125 ബേസ് 10 ആണിത്. ബേസ് 10നെ ബേസ് 4ലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. 4ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് കാരണം നമ്മൾ 4 വെച്ചിട്ടായിരിക്കും ഈ പോയിന്റിന് ഇപ്പുറമുള്ളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. 4 × 3 ആണ് 12 അല്ലേ. 1 × 4 4, ബാലൻസ് 3 വരും അല്ലേ, അതവിടെ എഴുതി. ഇനി അഗെയിൻ 4 7 ആണ് അല്ലേ. 7 × 4 28, ബാലൻസ് എത്ര വരും 3. ഇനി വീണ്ടും 4 വെച്ച് ചെയ്യും. 1 4s are 4, ബാലൻസ് 3 വരും. താഴെ നിന്ന് മുകളിലേക്ക് എഴുതുമ്പോൾ 1 3 3 3 പോയിന്റ്. ഈ പോയിന്റിന് ഇപ്പുറം ഉള്ളതിന് 0.125 ഇൻറ്റു 4 അത് എത്രയായിരിക്കും, 500 ആയിരിക്കും അല്ലേ. 0.500. അപ്പോൾ 0 + 0.500. ഇനി 0.500 ഇൻറ്റു 4 എന്തായിരിക്കും, 2000 പോയിന്റ് ഇവിടെ വരും അല്ലേ. അപ്പോൾ 2 + 0.000. അപ്പോൾ ഇവിടെ 0 വന്നു, ഇവിടെ 2 വന്നു. അപ്പോൾ എന്തായിരിക്കും 0 2. മുകളിൽ നിന്ന് താഴേക്കല്ലേ എഴുതേണ്ടത് അല്ലേ. ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ നമ്മൾ ബൈനറി കൺവേർഷനാണ് പഠിച്ചത്. അപ്പോൾ ഡെസിമലിനെ എങ്ങനെ ഓരോ ബേസിലേക്കും കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് വെച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അല്ലെങ്കിൽ വീഡിയോ തന്നെ ഒന്നുകൂടെ റീവാച്ച് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ബൈനറി കൺവേർഷൻ അല്ലെങ്കിൽ ഡെസിമൽ കൺവേർഷൻ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ക്ലിയർ ആയി തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.